ഗസയിലെ അവസാനിക്കാത്ത മനുഷ്യക്കുരുതിയിൽ പ്രതിഷേധിച്ച് പലസ്തീൻ പ്രധാനമന്ത്രി സ്ഥാനം മുഹമ്മദ് ഷ്തയ്യ രാജിവെച്ചിരിക്കുന്നു. വെസ്റ്റ് ബാങ്കിലെ ആക്രമണങ്ങളും ഗസ യുദ്ധവും കാരണമാണ് വെസ്റ്റ് ബാങ്കിന്റെ ചില ഭാഗങ്ങൾ ഭരിക്കുന്ന തന്റെ സർക്കാർ രാജിവെക്കുന്നതെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. വെസ്റ്റ് ബാങ്കിലും ജെറുസലേമിലും നടക്കുന്ന അഭൂതപൂർവമായ നടപടികളുടെയും ഗസ മുനമ്പിലെ യുദ്ധത്തിന്റെയും വംശഹത്യയുടെയും പട്ടിണിയുടെയും പശ്ചാത്തലത്തിലാണ് സർക്കാർ രാജിവെക്കാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫലസ്തീനിയൻ അതോറിറ്റിയുടെ പുനർനിർമ്മാണത്തിലേക്കുള്ള ആദ്യ പടിയായാണ് ഈ നീക്കത്തെ US അടക്കമുള്ള സഖ്യകക്ഷികൾ കാണുന്നത്. യുദ്ധാനന്തരം പുതിയ ഗവൺമെന്റ് വഴി ഗസയിലും ഭരണം നടത്താനാകുമെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ വെസ്റ്റ് ബാങ്ക് ഗവൺമെന്റ് രാജിവെക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ്? അത് എന്താണ് അർത്ഥമാക്കുന്നത്? ഗസയിലെ യുദ്ധത്തിന് അയവ് വരുത്താൻ ഇത് സഹായിക്കുമോ എന്നൊക്കെയാണ് ഉയർന്നുവരുന്ന ചോദ്യം. അതറിയുന്നതിന് മുമ്പ് പലസ്തീനിലെ ഭരണം എങ്ങനെയാണെന്നും അതോറിറ്റി എന്താണെന്നും നമുക്ക് നോക്കാം. വെസ്റ്റ് ബാങ്ക്, ഗസ, കിഴക്കൻ ജെറുസലേം എന്നിവ ഒരുമിച്ച് ചേർന്നതാണ് പലസ്തീൻ. ഈ പറഞ്ഞ പ്രദേശങ്ങളെല്ലാം ഇസ്രായേൽ അധിനിവേശത്തിന്റെ വിവിധ തലങ്ങളിലുമാണ്. 1993-95 കാലഘട്ടത്തിലെ ഓസ്ലോ ഉടമ്പടിക്ക് ശേഷമാണ് പലസ്തീൻ അതോറിറ്റി സൃഷ്ടിക്കപ്പെട്ടത്. അതിൽ ഇസ്രായേലും പലസ്തീനും ആദ്യമായി ഔപചാരികമായി പരസ്പരം അംഗീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സമാധാനം ഒരിക്കലും ആ രാജ്യത്ത് നിലനിന്നിരുന്നില്ല. ഒരു മൊത്തം രാജ്യമായി ഫലപ്രദമായി നിലവിൽ വന്നതുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലസ്തീൻ പ്രദേശങ്ങളുടെ ഭരണസമിതിയായി പലസ്തീൻ അതോറിറ്റി അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ടതാണ്. പ്രസിഡന്റ് നയിക്കുന്ന ആ അതോറിറ്റിയിൽ പലസ്തീൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന നിയമനിർമ്മാണ സ്ഥാപനവുമുണ്ട്. പലസ്തീനിലെ രണ്ട് വലിയ രാഷ്ട്രീയ പാർട്ടികളാണ് ഹമാസും ഫതയും. ഇന്ന് പലസ്തീൻ പ്രസിഡന്റായ മുഹമ്മദ് അബ്ബാസിന്റെ പാർട്ടിയായ ഫതയാണ് PAയിൽ ആധിപത്യം പുലർത്തുന്നത്. 2006 തെരഞ്ഞെടുപ്പിൽ ഫതയെ പരാജയപ്പെടുത്തിയതിനു ശേഷം ഗസയിൽ ഹമാസാണ് അധികാരത്തിലേറിയത്. ഹമാസിനേക്കാൾ മതേതര പാർട്ടിയായ ഫത വെസ്റ്റ് ബാങ്കിൽ ആധിപത്യം പുലർത്തുമ്പോൾ അതേ ശക്തി യുദ്ധാനന്തരം ഗസയിലും എത്തിക്കാൻ USഉം സഖ്യകക്ഷികളും ശ്രമിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടന്ന രാജി പ്രാധാന്യമുള്ളതാണ്. പ്രധാനമന്ത്രി മുഹമ്മദ് ഷ്തയ്യയും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയും രാജിവെച്ചതിനെ തുടർന്ന് പലസ്തീൻ പ്രസിഡന്റ് അടുത്ത പ്രധാനമന്ത്രിയായി പലസ്തീൻ നിക്ഷേപ ഫണ്ട് ചെയർമാൻ മുഹമ്മദ് മുസ്തഫയെ തിരഞ്ഞെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹമാസിന്റെ പോരാട്ടവും ഇസ്രായേലിന്റെ അധിനിവേശ ആക്രമണങ്ങളും തടയാൻ മറ്റൊരു ഗവൺമെന്റ് രൂപീകരണം ആവശ്യമാണ് എന്നും വെല്ലുവിളികൾക്കും ഗസ മുനമ്പിലെ ഉയർന്നുവരുന്ന വംശഹത്യയ്ക്കും തടയിടാൻ അവർ ശ്രമിക്കട്ടെ എന്നും പറഞ്ഞാണ് പ്രധാനമന്ത്രിയായിരുന്ന മുഹമ്മദ് ഷ്തയ്യ രാജിവെക്കുന്നത്. പക്ഷേ ഇനി പലസ്തീൻ അതോറിറ്റി പരിഷ്കരിച്ചാലും ഗസയിൽ അധികാരം നേടുന്നതിന് നിരവധി തടസ്സങ്ങളുണ്ട്. യുദ്ധം ഇനിയും അവസാനിച്ചിട്ടില്ല. ഹമാസിന്റെ സമ്പൂർണ്ണ നാശം കാണും എന്ന് പ്രതിജ്ഞയെടുത്ത ഇസ്രായേലും ആക്രമണം കടുപ്പിക്കുകയാണ്. മാത്രമല്ല പലസ്തീനിൽ, പ്രത്യേകിച്ച് ഗസയിൽ ഹദ എന്ന പാർട്ടിക്ക് ജനപ്രീതി കുറവാണ്. മാത്രമല്ല അവിടുത്തെ ജനങ്ങൾ അത് നയിക്കുന്ന ഒരു സർക്കാരിനെ അംഗീകരിക്കാൻ സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ ഇനി പുതിയ സർക്കാർ നിലവിൽ വരുമോ, വന്നാൽ ഗസ വീണ്ടെടുക്കാൻ സാധിക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം.